നമ്മളൊരു പ്രോഗ്രാമിൽ എൻട്രി ആകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരു സെലിബ്രിറ്റി വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം, മനസ്സിന് സന്തോഷം തരുന്നൊരു സംഭവം. ചേച്ചി ഹാപ്പിയായി. ചേച്ചി ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ചേച്ചി ഹാപ്പി ആയിരുന്നു തോന്നുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇപ്പൊ പെർഫോം ചെയ്ത ടാസ്കിലൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ വീടൊക്കെ നമ്മളിങ്ങനെ പൊതുവേ ഒരു ഗസ്റ്റ് വരുമ്പോൾ വീട് കാണാന്നൊക്കെ പറയുന്നത് ഒരു സ്ഥിരം പതിവാണത്. പക്ഷെ ആരും ടാസ്കിൽ അങ്ങനെ ചെയ്യാറില്ല. ടാസ്കിൽ വേഗം എന്തെങ്കിലും ഫുഡ് എടുത്തിട്ട് ഓടിച്ചു വിടാനോ നോക്കാറ്. ഇത് പക്ഷെ ഒരു ജ്യൂസ് കൊടുത്ത് വീടൊക്കെ കാണിച്ച് കുറെ വിശേഷമൊക്കെ പറഞ്ഞ് കുറെ സമയമുള്ള പോലെ തോന്നി. എനിവേസ് ഇറ്റ് വാസ് ഗുഡ്. നമുക്കിനി ജഡ്ജിന്റെ കമന്റ്സിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. സിന്ധു, ചേച്ചി ദൈവമേ, അടിച്ചു പൊളിച്ചല്ലേ? താങ്ക് യു. വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആൻഡ് ആദ്യം വരെ എൻ്റെ വരെ സിന്ധു ഞാൻ നിർത്തിയേ ഇല്ല. എങ്ങനെ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംസാരിക്കാനോ? അല്ല, ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ബീന ആന്റണി. അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് മതിമറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ കണ്ട സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. മറന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഞാൻ ഇന്നലെ തന്നെ മതിമറന്നായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ സിന്ധു ആണ് കൺട്രോൾ ചെയ്തത്. ഈവൻ ഹസ്ബൻഡ് അവിടെ വരാൻ കുറച്ച് താമസമായല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് ശാലിനി അവരെ ഹാൻഡിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സിന്ധു വളരെ ഫോക്കസ്ഡ് ആയിട്ട് കിച്ചണിലേക്ക് പോയി എല്ലാം ജ്യൂസ് എല്ലാം അടിച്ചു വെച്ചു. പിന്നെ ബീനാവ് കണ്ടിട്ട് ആ സമയത്തിലാണ് ഹസ്ബൻഡും വന്നു അല്ലേ? അതെ അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീന ചോദിച്ചു ഇവരൊക്കെ ഇല്ലേ എനിക്ക് മാത്രമാണ്. അപ്പോ ഒരു വലിയ ഐസ് ഇട്ടല്ലേ, സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സിന്ധുക്ക് ഒരു പേടിയില്ല, ഒരു ഷൈനസ് ഇല്ല. ഓക്കെ, വന്ന് ബീനാവ് ഫ്രം ദ റിസപ്ഷൻ വരെ അൺടിൽ കിച്ചൺ, ഗാർഡനിങ്, ബെഡ്റൂം. ചിലവർക്ക് ബെഡ്റൂം അത് കാണിക്കാൻ കുറച്ച് ഷൈനസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ അതേ ഒന്നുമില്ല. എല്ലാം ലൈക്ക് എനിക്ക് അത് കണ്ടപ്പോഴേ ലൈക്ക് ബീനാവ് കുറേ നാൾ അറിയുന്ന പോലെ. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമ്മൾ എപ്പോഴും ഒരുപാട് പല പ്രാവശ്യം ഇങ്ങനെ സിനിമയിലും സീരിയൽസിലും ഒക്കെ കാണുന്നൊരു വ്യക്തി, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടി എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസൊക്കെ ഭയങ്കര ജാടയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ആരും നേരിട്ട് പരിചയമില്ല. അപ്പോൾ ബീന ചേച്ചി വന്ന് ബീന ചേച്ചിയായിട്ട് ആദ്യം ഞാൻ മിങ്കിൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബീന ചേച്ചി ഒട്ടും ജാടയില്ല, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നോ അതാണ് എനിക്ക് അന്നേരം ചെയ്യാൻ തോന്നിയത്. പക്ഷേ ഒരു സ്ഥലത്തിൽ കൂടെ ബീന പറയാൻ സമ്മതിക്കില്ലല്ലോ. എല്ലാം സിന്ധു അല്ലേ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, എൻഡില് ആ കാറിൻ്റെ ഡോറും തുറന്നു, വളരെ ഒരു നാച്ചുറൽ ഫുൾ കൺട്രോളായി. സോ വെരി 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 നൈസ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു രഞ്ജിനി ചേച്ചി. സിന്ധു പ്ലീസ്. വളരെ ഉഷാറായിട്ടുള്ള ഒരു വെൽക്കം ഹോം ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം വന്ന സെലിബ്രിറ്റി വളരെ സന്തോഷത്തോടെയാണ് ഫുൾ ടൈം നിന്നത്. ബീന ചേച്ചിക്ക് പോകാൻ മടിയായിരുന്നോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി 10 മിനിറ്റ് ആയപ്പോൾ അല്ലേ. അത്രയ്ക്ക് അറ്റീസ് ആക്കാൻ പറ്റി എന്നുള്ളതാണ് സിന്ധുവിന്റെ വിജയം. എനിക്കും വിഷമമുണ്ട്, 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു വിട്ടതുകൊണ്ട് ഒരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ കഴിക്കാനൊന്നും കൊടുത്തില്ല എന്നുള്ളത് എനിക്കൊരു ഇതുണ്ട്, പരാതിയുണ്ട്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. കഴിക്കുന്നതിനേക്കാളും വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ് വീട്ടിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിലും ഒക്കെ അല്ലേ. അതൊരു ഉച്ച സമയമാണ് വന്നത്. അതല്ലേ അനുജ കത്തി വെച്ചത്. കഴിക്കാൻ കൊടുത്തില്ലെങ്കിലും കത്തി വെച്ചല്ലേ. അല്ല, നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ആകെ 10 മിനിറ്റ്സേ സമയമുള്ളൂ. ആ സമയത്ത് അവരോട് മാക്സിമം സംസാരിക്കുക. കാരണം നമ്മള് സെലിബ്രിറ്റീസിനെ എപ്പോഴും അടുത്ത് കാണുന്നില്ല, വല്ലപ്പോഴേ കാണുന്നുള്ളൂ. സമയം നല്ലോണം യൂട്ടിലൈസ് ചെയ്തു. അല്ല, ആ സമയത്ത് നമ്മൾ കിച്ചണിൽ പോയി അവർക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതെ. നൈസ് തോട്ട്. എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സ് ചോദിക്കാം. തീർച്ചയായും. ഈ ടൈം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം
അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി. അതായത് 10 മിനിറ്റിന് ഒരു സ്ക്രിപ്റ്റ് എഴുതിയ പോലെ ഒരു തുടക്കം, നടുക്കൊരു കുറേ സംഭവങ്ങൾ നടന്നു, ഫൈനലി ഒരു നല്ലൊരു ഫിനിഷിങ് കൂടെ തീർന്നു. പക്ഷേ ആ ഫിനിഷിങ്ങിൽ ഞാനൊന്ന് ആലോചിച്ചു, ചേട്ടാ പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് കാണിച്ചു. ഒരു കവറെടുത്ത് 5-6 പച്ചക്കറിയും പറിച്ചു കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ അവർ നിങ്ങൾക്ക് തന്ന എക്സൈറ്റ്മെൻറ്റ് പോലെ തിരിച്ച് അവരും ഒന്നുമല്ല ഒരു 5-3 മറ്റേ പാവയ്ക്കൊന്നെടുത്ത് കൊടുക്കുന്നില്ല എങ്കിലും ഒരു വീട്ടിൽ പക്ഷേ അവർ കൃഷി ചെയ്ത് എടുത്ത് തന്നല്ലോ, ഒരു സുഖമായിപ്പോയനും ഒരു ഐസിങ് എൻ്റെ കേക്കിൻ്റെ മുകളിൽ അത് കൊടുക്കുന്ന പോലെ ആയനെ. എന്നാലും അതൊന്നും കുഴപ്പമില്ല. ആ പ്രോഗ്രാമിനകത്ത് വളരെ രസം തോന്നുന്നു വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം കുറച്ചുകൂടി കൊടുക്കാൻ പറ്റും. ഈ ഭക്ഷണം കൊടുക്കാതെ വേറൊരു ടെക്നിക്കുണ്ട്. മനസ്സ് സന്തോഷമായി കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ബീന വളരെ സന്തോഷത്തിൽ പോകുന്നുണ്ട്. കാരണം പോകാനുണ്ടായ റീസണിൽ 2-3 കാര്യം. ഒന്ന്, ബീന നന്നായിട്ട് അഭിനയിക്കുന്നു, ബീന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ അത് കണ്ടിട്ട്. അതിന് പുറമെ സ്വന്തം ഭർത്താവിനെ കൂടി നല്ലപോലെ ഒന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഏത് സ്ത്രീയും സന്തുഷ്ടയാവും. അത് വളരെ വലിയൊരു പോയിന്റ് ആയിരുന്നു. കാരണം വീന വളരെ വളരെ സന്തോഷത്തിന് പോകുന്നു. പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും, മനോജെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെന്ന് അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ ഭയങ്കരമായിട്ട് സംസാരിച്ചു, നമുക്കത് എപ്പിസോഡ് കാണണം കേട്ടോ, എങ്ങനെയെങ്കിലും കണ്ടിരിക്കണം എന്ന് പറഞ്ഞിരിക്കും. താങ്ക് യു. പിന്നെ ഒരു പരാതി എന്നല്ല, എല്ലാ സിന്ധുമാരും ഇങ്ങനെയാണോ എന്തോ, എന്റെ ഭാര്യയും എന്നെ സംസാരിക്കാൻ സമ്മതിക്കത്തേയില്ല, തുടങ്ങി കഴിഞ്ഞാൽ നിർത്തത്തില്ല. പിന്നെ അത് മാത്രമല്ല കൃഷ്ണകുമാരെ, സാരി മുതൽ ഡിസ്കസ് ചെയ്തു അല്ലേ? സാരി, ബീനാന്റെ സാരി വരെ ഡിസ്കഷൻ. അല്ല അതെ അത് പിന്നെ 2 സ്ത്രീകൾ കണ്ടുമുട്ടി കഴിഞ്ഞാ വേറെ എന്തെങ്കിലും പറയോ? ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ, അതുകൊണ്ട് സെലിബ്രിറ്റി ഗസ്റ്റിനെ. അതുകൊണ്ടാ പറഞ്ഞു അതിനിടയിൽ അതേ കണ്ടുപിടിക്കും. ആ മാല തന്നെ ചേച്ചി ആ സാരി ഉണ്ടല്ലോ, ആ സാരി ആ സീരിയലിൽ ഞാൻ എന്റെ ദൈവമേ എത്ര സാരി എണ്ണീട്ട് തീരുന്നില്ല ചേച്ചി. ഇതല്ല ഇതാ പറഞ്ഞ 10 മിനിറ്റ് എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ആലോചിച്ചു. പിന്നെ വേറൊരു ടെക്നിക്ക് ആലോചിച്ചു, വീട് കാണിക്കുക. കാരണം മനുഷ്യ ജീവിതത്തിൽ 3 പ്രധാന ഘടകങ്ങളാണ് ഭക്ഷണം, വസ്ത്രം, വീട്. അത് എത്ര പേർക്കുണ്ട്? വളരെ കുറച്ച് പേർക്ക്. അപ്പോൾ നമ്മൾ ആലോചിക്കും വളരെ ഭാഗ്യമുള്ള സംഭവം. ചെറുതും വലുതും ഒന്നുമില്ല. നമ്മുടെ ചെറിയ വീട്ടിൽ വലിയ സന്തോഷം, വലിയ വീട്ടിൽ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ചെറിയ വീട്ടിൽ വളരെ സന്തുഷ്ടമായി നിങ്ങൾ കഴിയുന്നു. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഇതാണ് എൻ്റെ ബെഡ്റൂം, ഇതാണ് എൻ്റെ അടുക്കള, അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഭർത്താവ് ഞാൻ പാചകം ചെയ്യുമ്പോൾ ഇവിടെ ഒന്നിട്ട് സംസാരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ സന്തോഷങ്ങൾ, അതെല്ലാം പങ്കിട്ട് നിങ്ങൾ ആ ഗസ്റ്റിനെ വളരെ സന്തോഷത്തോടെ കാറിൽ കയറ്റി വിട്ടു. മനോഹരമായിരുന്നു. കിട്ടിയ സമയം നല്ലപോലെ ഉപയോഗിച്ചു. ഈ പറഞ്ഞ പോലെ വളരെ നല്ല ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. എനിക്ക് വളരെ ഒത്തിരി നല്ല പോയിൻറ്റ്സ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഒരു ചെറിയ മിസ്റ്റേക്കിൽ നിന്ന് തുടങ്ങാം ഞാൻ. അവർ ഹസ്ബൻഡ് വന്നപ്പം അവർ എണീറ്റപ്പോൾ യൂഷ്വലി നമ്മൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇരുത്തിക്കും. കുറച്ചധികം നേരം ബീന നിന്നുകൊണ്ടിരിക്കേണ്ടി വന്നു. ആ ഒരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നല്ല പോസിറ്റീവായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു വീടിനെ കുറിച്ച് വളരെ പ്രൗഡാണ്. അത് കാണിക്കാൻ താല്പര്യവും, എസ്പെഷ്യലി പുതിയ വീട് ഉണ്ടായി വരുന്നത്, അത് കാണിച്ച ഒരു ഉത്സാഹം അത് നല്ലതായിരുന്നു. പിന്നെ ഈ കിച്ചണിൽ പോയി അവിടെ കിച്ചൺ വലുതാക്കാൻ ഉണ്ടാക്കിയ ആ ഒരു കാരണം വിവരിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് തന്നെ ബീനയ്ക്കും സിന്ധുയുടെ ഒരു വ്യക്തിത്വം മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇത് കിച്ചണാണ്. മാത്രമല്ല കിച്ചൺ എന്തുകൊണ്ട്, എന്താണ് സിന്ധു ആഗ്രഹിക്കുന്നത്, എന്താണ് കംഫർട്ടബിൾ, അത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു മനസ്സും കാണിച്ചു. അതായത് ഒരു സെലിബ്രിറ്റിയോട് നമ്മൾ എന്തിനു പറയണം എന്ന് ചിന്തിക്കാതെ എൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അതിൽ നിന്നും സ്വയം ഒരു വളരെ കോൺഫിഡൻറ്റും വളരെ പ്രൗഡായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വളരെ വിക്കിപീഡിയയിൽ പോലും ഇത്രയും അധികം ബീനയെക്കുറിച്ച് കിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയും വായിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച്, അത്രയും അധികം അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചും കാണുന്ന സീരിയലിനെ കുറിച്ചും എല്ലാം കമൻറ്റ് ചെയ്തു. വളരെ ബീന എനിക്ക് തോന്നുന്നു ഐസ്ഡ് ആയിപ്പോയി, ശരിക്കും ഐസ്. അല്ല, നമ്മുടെ ടാസ്ക് തന്നെ അതാണല്ലോ, സെലിബ്രിറ്റിയെ സ്വീകരിച്ച് സന്തോഷിപ്പിച്ച് വിടാൻ എന്നോട് പറഞ്ഞത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഈ ഐസ് എന്ന് പറയുമ്പം എനിക്ക് പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ സിന്ധുവിനെ കുറിച്ച് ഈ ഐസ് വാക്ക് എനിക്ക് വന്നിരുന്നു. കാരണം എന്താണെന്നറിയോ, ഐസ് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പം അതിൻ്റെ 90% താഴെയും 10% മാത്രം മുകളിൽ കാണുള്ളൂ. അപ്പോൾ ആ പ്രൊഫൈലിൽ നമ്മൾ സിന്ധുയുടെ ഒരു 10% മാത്രമേ കണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. അപ്പം വളരെ സന്തോഷമായില്ലേ? സന്തോഷമായി. മാർക്കുകളിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായും. കോൺഫിഡന്റ് ആയിട്ട്. കോൺഫിഡന്റ്. ശരി, അപ്പൊ ആദ്യം കൃഷ്ണമാരേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഈ പറഞ്ഞ പോലെ 4 സെഗ്മെന്റിലും എനിക്ക് തുല്യമായിട്ട് തോന്നി. അപ്പോൾ 9 into 4 36. Okay, 36 out of 40. Very nice. Thank very you. nice. ഗീതാഞ്ജലി മാം.
ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ എനിക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു ഫ്ലോ, ആ ഒരു ജ്യൂസ് മാത്രം കൊടുത്ത് അധികം സമയം വേസ്റ്റ് ചെയ്യാതെ അവരെ കംഫർട്ടബിളാക്കി അവരെ വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞയച്ച് ഞാനൊരു 37 മാർക്സ് കൊടുക്കും. താങ്ക് യു മാം. 37 out of 40. വെരി നൈസ്, വെരി നൈസ്. എഞ്ചി ചേച്ചി വളരെ വളരെ നല്ല സ്കോറാണ്. ഗീതാഞ്ജലി ഞെട്ടുന്നല്ലേ ആ 37 ഒക്കെ കേട്ടിട്ട്? എങ്ങനെ 37 മാർക്സിനോട് പിശുക്കുമെങ്കിലും നല്ല പെർഫോമൻസ് കാണുമ്പോൾ മാർക്സ് കൊടുക്കും. അതാണ് സോ നല്ല പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഡ്രീം ചെയ്തില്ല. Okay. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, എത്ര വേണം? മാമിന് ഇഷ്ടമുള്ളത് മാം കണ്ടിട്ട് മാമിന് എന്ത് തോന്നിയോ അത് തന്നാൽ മതി. സോ ഹംബിൾ അല്ലേ? ഓ, ഫുൾ മാർക്സ്. താങ്ക് യു മാം. 20 out of 20. Congrats. താങ്ക് യു. അപ്പൊ ടോട്ടൽ സ്കോർ 93 out of 100. താങ്ക് യു അടിപൊളി. അപ്പൊ ഇനി അടുത്ത ടാസ്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ കുറഞ്ഞല്ലോ അല്ലേ? ആ തീർച്ചയായും. അതോ കുറച്ചുകൂടെ ടെൻഷൻ കൂടിയോ? അല്ല, ഇതിപ്പോ ഈ ടാസ്ക് പോലെയാണോ മറ്റൊരു ടാസ്ക് നമുക്ക് പറയാൻ പറ്റില്ല. അറിയില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ അല്ലേ എന്താന്നുള്ളത് അറിയില്ല. അടുത്ത ടാസ്ക് എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നും അറിയില്ല. ജഡ്ജസ് എന്ത് കമന്റ്സ് പറയുന്ന അറിയില്ല. എനിവേസ് ദിസ് ഡേ ഇസ് യുവർ ഡേ. അപ്പൊ എന്തായാലും 93 out of 100 ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. Malabar Gold and Diamonds Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management. മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബബിതയും സിന്ധു സുഭാഷുമാണ് ഇന്ന് ഇവിടെ ടാസ്കുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അടുത്ത എപ്പിസോഡിൽ മറ്റ് 2 കണ്ടസ്റ്റൻസിന്റെ വ്യത്യസ്തങ്ങളായ 2 മത്സരങ്ങളായിട്ട് നമ്മൾ തിരിച്ചു വരും. Till then, it's me, Anuja Krishnan, signing off. Costume courtesy Krishna Kumar, Nas Lifestyle, Pulimur Junction, Trivandrum. Ranjini and Anuja's jewelry courtesy Malabar Gold and Diamonds, Paramangadi, Trivandrum. Radio partner 92.7 Big FM. എൻ്റെ സ്വന്തം സ്ഥലം തൊടുപുഴയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. ഇതൊക്കെ മാർക്സ് ഉണ്ടാവില്ല. ഓക്കെ, 10 ദിവസം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ പോവുക? എനിക്ക് എന്തൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് സമയത്ത് വിളിച്ചാലും അവരെല്ലാവരും ഉണ്ടാവും. ചേച്ചിക്ക് ഇവിടുന്ന് 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം പർച്ചേസ് ചെയ്യാം. മാലയൊക്കെ പൊതുവെ എങ്ങനെ എടുക്കാറ്? ഹെവി സിമ്പിൾ ആയിട്ടാണ്. കിളി പോയാൽ പോലും സാരമില്ല. ജയ് ഹിന്ദിന്റെ ഏതെങ്കിലും കോർണറിൽ കിളി പോയിരുന്നാലും കുഴപ്പമില്ല. പിടിച്ചാ കിട്ടാത്ത രീതിയിൽ പോയി. ആണല്ലേ? ആ പ്രൈസിങ്, ആ ബില്ലെല്ലാം എടുത്ത് നോക്കിയിട്ട് അവർക്കും ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റഡാണോ ലോങ് ആയിട്ടുള്ള സാധനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതത്രേ ഉള്ളൂ. കർണാടകത്തിലെ കൂർഗ് ജില്ലയിലെ ഗോണിക്കൊപ്പ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. 9 മണിയായാൽ ഞാൻ എൻ്റെ ഷോപ്പിലേക്കും മക്കൾ ക്ലാസ്സിലേക്കും ഭർത്താവും ജോലിക്ക് പോകും. ഞാൻ ആക്റ്റീവായി ഇരുന്നാല് എനിക്ക് അസുഖത്തിന് അത്ര മൈൻഡിലേക്ക് എടുക്കുന്നില്ല. രാവിലെ തൊട്ട് അൺടിൽ നൈറ്റ് ഉറങ്ങുற വരയ്ക്കും ഫുള്ളി ഓക്യുപ്പൈഡ്. വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല? അതുപോലെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം. സ്വന്തം കൈകൊണ്ട് എല്ലാം ഉണ്ടാക്കി ചെയ്ത് കൊടുക്കണം. കിച്ചണിന് നമ്മൾ വന്നാലേ ആ ഹൈജീനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഏറ്റവും കുറവ് ടൈമിൽ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിന് പുറമെ ഒരു പാത്രത്തിനകത്ത് 7 ബിസ്ക്കറ്റ് മാവിൽ മുക്കിയിട്ടാൽ കറക്റ്റായിട്ട് പാൻറ് നിൽക്കുന്നു. ട്രഡീഷണൽ ആയിട്ട് മുസ്ലിം ഡിഷസ് എന്തെങ്കിലും പുറത്തു വരും എന്ന് വിചാരിച്ചു. ഇന്ന് നിങ്ങളിൽ കാണുന്ന ഈ ഊർജവും ആർജവും ഒക്കെ എന്തോ ഒരു കുറവ് വന്നപ്പോൾ കുറവിൽ നിന്ന് കയറിയതാ. ഞാൻ 6 വർഷം മരണം മുന്നിൽ കണ്ടിട്ടാണ് ജീവിച്ചത്. സത്യം. ഒത്തിരി വേദനകൾ മനസ്സിൽ ഒതുക്കിയാണെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടിയാണ് ആ ഒരു കടയിൽ ഇരിക്കുന്നത്.